ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഡെയിലി ടോക്കിൽ ആവശ്യമുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആണ്. നമ്മുടെ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു 15 സെൻറ്റൻസുകൾ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് തന്നെ അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ഇത് മുഷിഞ്ഞതാണ്. ഇത് മുഷിഞ്ഞതാണ് എങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, ഇത് എന്നുള്ളത് നമുക്കറിയാം അല്ലെ, ഇറ്റ് ഈസ് എന്ന് പറയാം. അതിനെ നമുക്ക് ഷോർട്ട് ആക്കിയിട്ട് ഇറ്റ്സ് എന്ന് പറയാം അല്ലെ. ഇറ്റ്സ് സോയിൽഡ് എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് സോയിൽഡ്, ഇത് മുഷിഞ്ഞതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്താണ് റൂയിൻഡ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇറ്റ്സ് റൂയിൻഡ് എന്ന് പറയാം, ഇറ്റ്സ് സോയിൽഡ് എന്ന് പറയാം, ഇറ്റ്സ് റൂയിൻഡ് എന്ന് പറയാം. അതുപോലെ തന്നെ എന്താണ് ഡേർട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഇറ്റ്സ് ഡേർട്ടി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇറ്റ്സ് സോയിൽഡ്, ഇറ്റ്സ് റൂയിൻഡ്, ഇറ്റ്സ് ഡേർട്ടി ഇങ്ങനെയൊക്കെ നമുക്ക് പറയാം കേട്ടോ. വേറെയും കുറെ രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അത്യാവശ്യം ബേസിക് ആയിട്ട് നമ്മൾ എങ്ങനെ പറയാം? ഇറ്റ്സ് സോയിൽഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ഇത് കീറിയതാണ്. ഇത് വേറൊരു സെന്റൻസ് ആട്ടോ. അപ്പൊ ഇതെന്താണ്? ഇത് ഇറ്റ്സ് അല്ലെ, ഇത് ഇറ്റ്സ് കീറിയതാണ്. ടോൺ എന്ന് പറയാം കേട്ടോ. ഇറ്റ്സ് ടോൺ, ഇത് കീറിയതാണ്. ഇത് തികച്ചും പുതിയതാണ്. ഇത് തികച്ചും പുതിയതാണ്. ഇത് പുതിയതാണെന്ന് പറയാം എങ്ങനെ? ഇറ്റ്സ് ന്യൂ എന്ന് പറഞ്ഞാൽ അതില്ലേ. അപ്പൊ ഇത് തികച്ചും പുതിയതാണ്. എങ്ങനെ പറയാം? ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ എന്ന് പറയാം. ഓക്കെ, ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ, ഇത് തികച്ചും പുതിയതാണ്. ഓക്കെ, ക്ലിയർ ആയോ? പേന പെട്ടിയുടെ മുകളിലാണ്. പേന പെട്ടിയുടെ മുകളിലാണ്. പേന, ദ പെൻ ഈസ് ആകുന്നു. ദ പെൻ ഈസ് ഓൺ ദി ബോക്സ്. മുകളിൽ എന്നുള്ളതിന് ഓൺ എന്ന് ഉപയോഗിച്ചു അല്ലേ. സോ ദ പെൻ ഈസ് ഓൺ ദി ബോക്സ്. ഓൺ ദി ബോക്സ് എന്ന് വെച്ചാൽ എന്താണ്? ബോക്സിന് മുകളിലാണ്. നെക്സ്റ്റ് പത്രം കസേരയുടെ മുകളിലാണ്. പത്രം, ദ ന്യൂസ് പേപ്പർ ഈസ് on the chair. The newspaper is on the chair. പത്രം പത്രം എന്താണ്? ചെയറിന്റെ മുകളിലാണ്. The newspaper is on the chair. നെക്സ്റ്റ് പക്ഷികൾ പാലത്തിന് മുകളിലൂടെ പറക്കുന്നു. ഇതെങ്ങനെ പറയാം നമുക്ക്? പക്ഷികൾ പാലത്തിന് മുകളിലൂടെ പറക്കുന്നു. ഓക്കെ, ബേർഡ്സ് ആർ, പറക്കുക എന്നുള്ളതിന് എന്താണ്? ഫ്ലൈങ്. സോ ബേർഡ്സ് ആർ, കുറെ ബേർഡ്സുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളിവിടെ ആർ എന്ന് ഉപയോഗിച്ചത് കേട്ടോ. സോ ബേർഡ്സ് ആർ ഫ്ലൈയിങ്, പറക്കുന്നു. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓൺ ദ എന്താണ്? ബ്രിഡ്ജ് എന്നാണോ പറയേണ്ടത്? ദ ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓൺ ദ ബ്രിഡ്ജ് എന്നാണോ പറയാ? അല്ല കേട്ടോ, ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദി ബ്രിഡ്ജ് എന്നാണ് പറയാ കേട്ടോ. ഓവർ ദി ബ്രിഡ്ജ്. ഓക്കെ, ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദ ബ്രിഡ്ജ്. പക്ഷികൾ പാലത്തിന് മുകളിലൂടെ പറക്കുന്നു. ഇവിടെ മുകളിൽ എന്നുള്ള എന്താണ്? നമ്മൾ ഓവർ എന്നാണ് ഉപയോഗിച്ചത് അല്ലേ. ഇപ്പൊ നമ്മളൊരു സർഫേസിൽ ഒരു സാധനത്തിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന വസ്തുവിനെയാണെങ്കിൽ നമ്മൾ അവിടെ ഓൺ എന്ന് പറയും. ഇതെന്താണ്? പാലത്തിന് മുകളിലൂടെ, പാലത്തിന് കുറുകെ എന്താണ്? പറക്കുന്നു എന്നാണ് അല്ലേ. പാലത്തിന് മുകളിലൂടെ, പാലം ടച്ച് ചെയ്യാതെയാണ് പറക്കുന്നത്. സോ നമ്മളിവിടെ ഓവർ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഓവർ ദി ബ്രിഡ്ജ് എന്ന് പറയാം. ഓക്കെ, അവൻ മതിലിന് മുകളിലൂടെ പന്തെറിയുന്നു. മതിലിന് മുകളിലൂടെ, ഇവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഓവർ എന്നാണ് ഉപയോഗിക്കുക അല്ലെ. മതിലിന് മുകളിലൂടെ പന്തെറിയുന്നു. മതിൽ ടച്ച് ചെയ്യാതെ മതിലിന് മുകളിൽ കൂടെ പന്തെറിയുന്നു. സോ നമുക്ക് എങ്ങനെ പറയാം? അവൻ, ഹി ഈസ് അവനാകുന്നു. ഹി ഈസ് ത്രോയിങ് എന്ന് പറയാം അല്ലെ. എറിയാന്നുള്ളതിന് ത്രോ, അതിനെ നമ്മൾ എന്താണ് ING ഫോമിൽ എടുക്കുമ്പോൾ ത്രോയിങ്. ഹി ഈസ് ത്രോയിങ് ദി ബോൾ ഓവർ ദി വാൾ, മതിൽ കേട്ടോ. അപ്പൊ അവൻ മതിലിന് മുകളിലൂടെ പന്തെറിയുന്നു. ഹീസ് ത്രോയിങ് ദി ബോൾ ഓവർ ദി വാൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിന്റെ മേലെ ടച്ച് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ അതെന്താണ്? മുകളിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓൺ എന്ന് ഉപയോഗിക്കുന്നു. ടച്ച് ചെയ്യാതെയാണെങ്കിലോ ഓവർ എന്ന് ഉപയോഗിക്കാം കേട്ടോ. നെക്സ്റ്റ് അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നു. എങ്ങനെ പറയാം? അച്ഛൻ എന്നുള്ളത് ഫാദർ. ഓക്കെ, ഫാദർ, അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നു. ഫാദർ ഈസ് standing. Father is standing at the door. Okay, at the door എന്നാണ് പറയാ കേട്ടോ. വാതിൽക്കൽ നിൽക്കുന്നു. At the door. Father is standing at the door. അച്ഛൻ വാതിൽക്കൽ നിൽക്കുന്നു. അച്ഛൻ എന്നെ നോക്കി നിൽക്കുന്നു. എന്നെ നോക്കി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം?
ഫാദർ ഈസ് ഫാദർ ഈസ് ലുക്കിംഗ് ഫോർ മീ. എന്നെ നോക്കി നിൽക്കുന്നു. എങ്ങനെ പറയാം? ഇവിടെ പിന്നെ നമുക്ക് സ്റ്റാൻഡിങ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേട്ടോ. ഫാദർ ഈസ് ലുക്കിംഗ് ഫോർ മീ. എന്നെ നോക്കി നിൽക്കുന്നു. ഞാൻ എവിടെ പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ വരുന്നത് നോക്കി നിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഫാദർ ഈസ് ലുക്കിംഗ് ഫോർ മീ. അച്ഛൻ എന്നെ നോക്കി നിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ. അമ്മ മുറിയിലേക്ക് പോകുന്നു. മുറിയിലേക്ക് പോകുന്നു. മദർ is പോവുക, going. Okay, mother is going to the room. Mother is going to the room. അമ്മ മുറിയിലേക്ക് പോകുന്നു. അമ്മ അടുക്കളയിലേക്ക് പോയി. അമ്മ അടുക്കളയിലേക്ക് പോയി. ഇവിടെ നമ്മൾ പോയി എന്നുള്ളതാണ് വെർബ്. ഓക്കെ. മദർ അമ്മ മദർ വെന്റ് എന്നാണ് പറയാ കേട്ടോ. ഗോ പോവുക, ഗോയിങ് പോയിക്കൊണ്ടിരിക്കുക, അതിന്റെ പാസ്റ്റ് വെന്റ് പോയി. സോ മദർ വെന്റ് ടു ദി കിച്ചൺ. അമ്മ അടുക്കളയിലേക്ക് പോയി. വെന്റ് പോയി എന്നാണ് കേട്ടോ. ഓക്കെ. അവൾ എൻ്റെ സഹോദരന്റെ സമീപം നിന്നു. അവൾ എൻ്റെ സഹോദരന്റെ അടുത്ത് നിന്നു. സമീപം നിന്നു. എങ്ങനെ പറയാം? അവൾ ഷീ നിന്നു. സ്റ്റുഡ്. ഷീ സ്റ്റുഡ്. അവൾ നിന്നു. എവിടെ? എൻ്റെ സഹോദരന്റെ സമീപം. beside my brother. beside my ഓക്കെ. സമീപം എന്ന് പറയാനായിട്ട് നമുക്ക് beside എന്ന് കൊണ്ടുവരാം അല്ലേ. സോ ഷീ stood beside my brother. അവൾ എൻ്റെ ബ്രദറിന്റെ സമീപം നിന്നു. നെക്സ്റ്റ്, ഞാൻ ഹോക്കി കൂടാതെ ഫുട്ബോളും കളിക്കും. ഇതെങ്ങനെ നമുക്ക് പറയാം? ഞാൻ ഹോക്കി കൂടാതെ ഫുട്ബോളും കളിക്കും. കളിക്കും എന്ന് വെച്ചാല് ഹോക്കി കൂടാതെ എന്താണ് ഫുട്ബോളും കളിക്കാറുണ്ട് എന്നാട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ ഹോക്കി കൂടാതെ ഫുട്ബോളും കളിക്കും. ഐ പ്ലേ. ഞാൻ കളിക്കാറുണ്ട്. ഐ പ്ലേ ഫുട്ബോൾ ബിസൈഡ്സ് ഹോക്കി. ഞാൻ ഹോക്കി കൂടാതെ ഫുട്ബോളും കളിക്കാറുണ്ട്. ഫുട്ബോളും കളിക്കും. ഐ പ്ലേ ഫുട്ബോൾ ബിസൈഡ്സ്. കണ്ടില്ല? ബിസൈഡ്. ബിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്? അരികിൽ എന്നാണെങ്കിൽ ബിസൈഡ്സ് ഒരു ഈ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? കൂടാതെ എന്നായിട്ടോ. അത് കൂടാതെ എന്താണ്? അതിനുപരി എന്നൊക്കെ പറയില്ല നമ്മള്. അപ്പൊ ഹോക്കി കൂടാതെ ഞാൻ ഫുട്ബോളും കളിക്കാറുണ്ട്. ഹോക്കിയും കളിക്കും, ഫുട്ബോളും കളിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഐ പ്ലേ ഫുട്ബോൾ ബിസൈഡ്സ് ഹോക്കി. ഓക്കെ. ഇപ്പൊ ബിസൈഡ്സും ബിസൈഡും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ? ബിസൈഡ് എന്താണ്? അരികിൽ, ബിസൈഡ്സ് കൂടാതെ. ഓക്കെ. ലാസ്റ്റ് സെന്റൻസ്, അവൾ വിദ്യാർത്ഥിയോ അധ്യാപികയോ അല്ല. എന്ന് വെച്ചാല് അവൾ വിദ്യാർത്ഥിയും അല്ല, അധ്യാപികയും അല്ല. ഇതെങ്ങനെ നമുക്ക് പറയാം? ഓക്കെ. നമുക്ക് നെയ്തർ നോർ വെച്ചിട്ട് നമുക്ക് ഇത് പറയാവുന്നതായിട്ടോ. അവൾ വിദ്യാർത്ഥിയോ അധ്യാപികയോ. ഷീ ഈസ് നെയ്തർ എ സ്റ്റുഡന്റ്. അവൾ ഒരു സ്റ്റുഡന്റ് അല്ല. ഷീ ഈസ് നെയ്തർ എ സ്റ്റുഡന്റ് നോർ എ ടീച്ചർ. നോർ എ ടീച്ചർ. ഓക്കെ. ഷീ ഈസ് നെയ്തർ എ സ്റ്റുഡന്റ്. അവൾ ഒരു സ്റ്റുഡന്റും അല്ല. നോർ എ ടീച്ചർ. ഒരു ടീച്ചറും അല്ല. എന്ന് വെച്ചാൽ അവൾ ഒരു സ്റ്റുഡന്റ് വിദ്യാർത്ഥിയോ അധ്യാപികയോ അല്ല. ഓക്കെ. അപ്പൊ നെയ്തർ നോർ വെച്ചിട്ട് നമുക്ക് ഇതുപോലുള്ള സെന്റൻസുകൾ പറയാം കേട്ടോ. അവനൊരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ല. അവൾ പാവപ്പെട്ടവളോ പണക്കാരിയോ അല്ല. ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ നമുക്ക് ഈ നെയ്തർ നോർ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു 10-15 സെന്റൻസുകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക്